വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഓറഞ്ച് പൗണ്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പ്രത്യേകിച്ച് എസൻസോ ഫ്ലേവറോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത് ഓവൻ ഇല്ലാതെയാണ്. അതും മിക്സിയിൽ അരച്ചെടുത്ത മാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ഇതിനായിട്ടുള്ള ഓറഞ്ച് എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെ നോക്കിയിട്ട് എടുക്കുക. ഒരുപാട് പുളി ഇല്ലാത്ത ഓറഞ്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് കേക്കിന് നല്ല ഫ്ലേവർ ഉണ്ടാവുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാൻഡറിൻ എന്ന് പറയുന്ന ഓറഞ്ചാണ്. നല്ല മധുരമുള്ള ഓറഞ്ചാണ്. ഒരു വലിയ ഓറഞ്ചിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പകുതി ഭാഗം മുറിച്ചെടുത്തിട്ട് ഇതിലെന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. കാരണം കുരു നമ്മുടെ ബാറ്ററിൽ വന്നു കഴിഞ്ഞാൽ ബാറ്ററിന് കയ്പ്പ് വരും. കുരുവിൻ്റെ കൂടെ തന്നെ ആ നടുവിലുള്ള വെളുത്ത ഭാഗം കൂടെ നമുക്ക് മുറിച്ച് കളയണം. അതും നമുക്ക് ആവശ്യമില്ല. അത് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഓറഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ഇത് കേക്കിൽ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പം ഓറഞ്ചൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ മുറിച്ചെടുക്കാൻ. അപ്പം ഞാൻ നമ്മുടെ ഓറഞ്ചിൻ്റെ പീസസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തൊലിയോട് കൂടി തന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലിടാം. കയ്പൊന്നും വരില്ല. ഇനി ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓയിലാണ്. സാധാ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വലിയ കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് തണുപ്പൊന്നും ഇല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം വരെ നിങ്ങൾക്ക് ചേർക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ പീസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പാകത്തിലാണ് അരച്ച് കഴിഞ്ഞാൽ മാവ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ 1/4 കപ്പ് മൈദ ഇതിലേക്ക് അരിച്ചിടണം. കട്ടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മിക്സ്ചർ നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബാറ്റർ ഓവർ മിക്സ് ആയിപ്പോവും. ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും താഴെ ചേർത്തിട്ടുള്ളൂ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുഡ് കളർ ചേർത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം 8/4 ഇഞ്ചിൻ്റെ ലോഫ് പാനാണ്. നിങ്ങളുടെ കയ്യിൽ ലോഫ് പാൻ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ട്രേയും അല്ലെങ്കിൽ ബൗളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്തൊക്കെ ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് ഒരു പീസ് ബേക്കിംഗ് പേപ്പർ ഇല്ലേ, നമ്മുടെ ബട്ടർ പേപ്പർ, അതൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. ഒരുപാട് ലൂസൊന്നും ആയിട്ടല്ല ഉണ്ടാവുക. കാരണം ഇതൊരു ടീ കേക്ക് ആണല്ലോ. അപ്പോൾ ആ ഒരു ഡെൻസ് ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിന് ഉണ്ടാവുക. നന്നായിട്ട് ഈ ഒരു പാന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ തന്നെ വലിയൊരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു റിങ്ങോ നെറ്റോ എന്തെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഈ ഒരു റിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ലോഫ് പാന് വെച്ച് കൊടുക്കാം. അതിനുശേഷം പാത്രം അടച്ച് വയ്ക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം തീ നന്നായിട്ട് ചെറുതാക്കിയിട്ട് മേലോട്ടേക്കാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ വേവിക്കാം. നിങ്ങളുടെ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചിട്ട് സമയത്തിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് ബേക്കായി തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് ടൂത്ത് പിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മൂടിയിൽ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടച്ചു കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റും മൂടീൻ്റെ മേലെ വെക്കുക. അപ്പോൾ നല്ല ചൂട് ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് നിൽക്കും. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേക്കൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കി.
കുത്തി നോക്കിയ സമയത്ത് ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനർത്ഥം കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് നന്നായിട്ട് തണഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേൻ്റെ അകത്തുനിന്ന് കേക്ക് പുറത്തെടുക്കാം. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്ക് അങ്ങ് എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് ഈ കേക്ക് മുറിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ കേക്ക് ചൂട് തണിയുന്ന സമയത്ത് മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടവൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഓറഞ്ച് തോലോട് കൂടി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ കയ്പ്പ് വരുമെന്നൊക്കെ. കുരു വരാതെ നോക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒരു കയ്പ്പും ഉണ്ടാവില്ല, നല്ല ഫ്ലേവറും ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.